ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് വിപണിയും മതിയായ വിലയും ലഭിക്കാതെ വലയുന്ന കർഷകർക്ക് ആശ്വാസമാവുകയാണ് ആഴ്ച ചന്തകൾ. നമ്മുടെ നാട്ടിൽ തന്നെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കാർഷിക വിളകളുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഷൊർണൂർ മേഖലയിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. ഇതെല്ലാം പ്രാദേശികമായി തന്നെ വിൽപ്പന നടത്താൻ സാധിച്ചാൽ, ഒപ്പം തന്നെ മതിയായ വിലയും ലഭിച്ചാൽ കർഷകർ എന്തുമാത്രം സന്തോഷമുള്ളവരായിരിക്കും. എന്നാൽ അങ്ങനെ ഇല്ലാതില്ല. പല കൃഷിഭവന്റെ കീഴിലും ഇങ്ങനെ കർഷക കൂട്ടായ്മകൾ കൃഷി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അവർക്ക് മതിയായ വില ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഉപഭോക്താക്കൾക്ക് വിഷം ചേർക്കാത്ത ജൈവികമായി ഉൽപ്പാദിപ്പിച്ച ഒരുപാട് കാർഷിക വിളകൾ നേരിട്ട് വാങ്ങാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ചെമ്പൂക്കാവ് കൃഷിഭവന് കീഴിലുള്ള ഒരു കർഷക കൂട്ടായ്മയിൽ കാർഷിക ചന്തയിലാണ് നിൽക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണല്ലേ വിൽപ്പന? യെസ്, 2 ദിവസമാണ് നമ്മുടെ കൃഷിഭവൻ രണ്ടറിൽ നമ്മളിവിടെ ചെയ്യുന്നത്. വിഷരഹിതമായ പച്ചക്കറികൾ നമ്മൾ കർഷകരിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളി ഓർഗാനിക് സംഭവങ്ങൾ മാത്രമേ ഇവിടെ നഗരമധ്യത്തിൽ പോലും ഒരുപാട് ആളുകൾക്ക് ജൈവികമായി ഉൽപ്പാദിപ്പിച്ച ഈ കാർഷിക വിഭവങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ സ്ഥലപരിമിതി ഇത് തന്നെയല്ലേ കർഷകർ ഭൂരിഭാഗം സ്ഥലങ്ങളിലും നേരിടുന്നൊരു പ്രതിസന്ധി? തീർച്ചയായിട്ടും ഇവിടെ അതിനൊക്കെ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ അടുത്ത് ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സർക്കാർ തന്നെ അനുവദിച്ച് തന്നിട്ടുണ്ട്. അടുത്ത് അങ്ങോട്ട് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ കർഷകരിൽ ഈ വിഷരഹിതമായ പച്ചക്കറി എന്നുള്ള ഒരു ലക്ഷ്യം അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ കൊണ്ടുവരുന്ന പച്ചക്കറികൾ നല്ല വലിപ്പമുള്ള സംഭവങ്ങളായിരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ വളങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഈ പ്ലോട്ടുകൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. വെരിഫൈ ചെയ്ത് 3 മാസത്തിലൊരിക്കൽ നമ്മൾ വെരിഫൈ ചെയ്ത് ആ സംഭവങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള കർഷക കൂട്ടായ്മകൾ വ്യാപിച്ചാൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മതിയായ വിലയും ലഭിക്കും. ഇതുപോലുള്ള കൂടുതൽ കൂട്ടായ്മകൾ കൂടി വരട്ടെ. ആ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും മതിയായ വില ലഭിക്കാനും സാധിക്കട്ടെ. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നോക്കി പച്ചക്കറിക്കായും മറ്റും കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.